അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അല്ലാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച ആയത്ത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല. അപ്പൊ അവിടെ ആമനു എന്നുള്ള വാക്കുമായിട്ട് അമലു സാലിഹാത്തിന് അള്ളാഹു ചേർത്ത് വെക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ നമുക്കറിയാം, വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലും ആമനു എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ നാം ഈ പറഞ്ഞതുപോലെ അമലു സാലിഹാത്തിനെ ചേർത്ത് വെക്കുന്നുണ്ട്. അത് വളരെ ചിന്തിക്കുകയും നന്നായി മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ ഈ ജീവിതം ഇത് വളരെ ചെറിയ ഒരു നിമിഷത്തേക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ. അതിനപ്പുറം നമ്മളെ കർമ്മങ്ങളെ, നാം ചെയ്യുന്ന പ്രവർത്തികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു ലോകത്തേക്ക് നമ്മളെ മാറ്റപ്പെടും. നമ്മളിതിനു മുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യന് 4 മൗഖിഫാണ് ജീവിതത്തിലുള്ളത്, അഥവാ സ്റ്റേഷൻ. അപ്പോ അതൊന്ന് ഒരു ഉമ്മയുടെ ഗർഭാശയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിലെത്തുന്നു. അത് നമ്മുടെ രണ്ടാമത്തെ ഒരു മൗഖിഫാണ്, ഒരു സ്റ്റേഷനാണ്. കുറഞ്ഞ സമയത്തേക്ക് നമ്മൾ അവിടെ കഴിയുന്നു. നമ്മൾ മറ്റൊരു വാഹനം പ്രതീക്ഷിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബർസഖിയായ ലോകത്തേക്ക് മാറ്റപ്പെടുന്നു. അങ്ങോട്ടുള്ള യാത്ര തുടരുന്നു. അവിടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ സ്ഥായിയായ അനശ്വരമായ ഒരു ഇടത്തേക്കുള്ള യാത്രയാണ് പിന്നീട് തുടരുന്നത്. അതാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ യൗമുൽ ഖിയാമ, അന്ത്യനാള്, മരണാനന്തര ജീവിതം, കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ലോകം എന്നുള്ളത് ലോകത്ത് കടന്നുപോയ എല്ലാ ദൈവദൂതന്മാരും പഠിപ്പിച്ച അടിസ്ഥാനപരമായ ഒരു പാഠാണ്. അത് വിശ്വാസത്തിനപ്പുറം അത് യാഥാർത്ഥ്യമാണ്, അത് വസ്തുതയാണ്. അത് ഉൾക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ഈ ഭൗതിക ലോകത്ത് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോകുമെന്ന വലിയ പാഠമാണ് പ്രവാചകന്മാർ നൽകുന്നത്. അതുകൊണ്ട് മുഅ്മിൻ എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലും എടുത്തുദ്ധരിക്കുമ്പോൾ ഒരു മുഅ്മിനാകുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും, അവന്റെ കർമ്മ മേഖല ഏതെല്ലാം രൂപത്തിലായിരിക്കും എന്നെല്ലാം അള്ളാഹു വിശാലമായിട്ട് അന്ത്യവേദത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം, സൂറത്ത് മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നു, അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങള് വിജയിച്ചിരിക്കുന്നു. അപ്പൊ മുഅ്മിന് ആരെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഏതെല്ലാം അടിസ്ഥാന കാര്യങ്ങളിലായിരിക്കണം ഒരു വ്യക്തി രൂഢമൂലമായി വിശ്വസിക്കേണ്ടതും അതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടതും എന്ന് പരിശുദ്ധ റസൂലിന്റെ വചനം ഉദ്ധരിച്ച് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞു പോകുന്ന ആ 6 കാര്യങ്ങളെ നമ്മൾ വളരെ വിശാലമായിട്ട് പ്രതിപാദിച്ചു. ഏതാണ് 6 കാര്യങ്ങൾ? ആ 6 കാര്യങ്ങൾ ഒരു വ്യക്തി രൂഢമൂലമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന 5 കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെയും നമ്മൾ വളരെ ചുരുക്കി നമ്മൾ വിശദീകരിച്ചു. അപ്പോ അതോടൊപ്പം തന്നെ ആ കർമ്മങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും, അയാൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന, പൂത്തു നിൽക്കുന്ന കുറെ മനോഹരമായ കർമ്മങ്ങളുടെ, ഹൃദ്യമായ ഇടപെടലുകളുടെ എല്ലാം തന്നെ വിശാലമായ ഒരു ലോകത്തെയാണ്, ഒരു ജീവിതാവസ്ഥയെയാണ് അള്ളാഹു പിന്നീട് എടുത്തു കാട്ടുന്നത്. അത് സൂറത്ത് മുഅ്മിനൂനിൽ നമുക്ക് കാണാൻ പറ്റും. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ മുഫ്ലിഹീങ്ങളായിരിക്കുന്നു, അവർ വിജയിച്ചിരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്, മുഫ്ലിഹാകുക. ചില സ്ഥലങ്ങളിൽ മുഫ്ലിഹൂൻ എന്ന് ഉപയോഗിക്കും. ആ വാക്കിനർത്ഥം അത് കർഷകൻ, ഫല്ലാഹ് എന്ന വാക്കിൽ നിന്നാണ് ഫലഹ എന്ന ആ വാക്കെല്ലാത്തിന് രൂപപ്പെടുന്നത്. അപ്പൊ അതിൽ നിന്നാണ് കർഷകൻ എന്ന വാക്കുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് മുഫ്ലിഹൂൻ എന്ന് അള്ളാഹു പലയിടങ്ങളിലും ഉപയോഗിക്കുന്നത്, അവർ വിജയികളാണ് എന്ന് ഉപയോഗിക്കുന്നത്? ഒരു കർഷകനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കർമ്മം കൊണ്ട് നിരതമാക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു കർഷകന് ഒരു തരിശായ ഭൂമിയെ ഉഴുതുമറിക്കും, എല്ലാ ശക്തിയും ആ മണ്ണിൽ അയാൾ പ്രയോഗിക്കും. എന്നിട്ട് അവസാനം അയാൾ
വെള്ളത്തിനായി അല്ലെങ്കിൽ മഴക്കായി മുകളിലേക്ക് നോക്കും. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് പൂർണ്ണമായി ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ നന്മയ്ക്ക് വേണ്ടി നിരതനാകുകയും അതോടൊപ്പം ആ നന്മ പൂർണ്ണ രൂപത്തിൽ പ്രാപിക്കുവാൻ, അതിൽ നിന്ന് ഫലം ലഭിക്കുവാൻ, അതിൽ നിന്ന് ഉപകാരം ലഭിക്കുവാൻ ആ മണ്ണിന്റെയും അവന്റെയും സൃഷ്ടാവായ നാഥനിലേക്ക് ഹൃദയം കൊണ്ട് തവക്കുൽ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് കർഷകരിൽ കാണാൻ പറ്റുക. അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മേലോട്ട് നോക്കും. ഇനി അതിന് വെള്ളം നുകരേണ്ടത്, ആ വെള്ളം മൂലം അയാൾ ഉദ്ദേശിക്കുന്ന ഫലം അയാൾക്ക് നൽകേണ്ടത് അയാളുടെ കൈകളിലുള്ള ഒന്നല്ല, അത് അവനെയും ആ മണ്ണിനെയും ആ വിത്തിനെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥന്റെ നാഥനിൽ നിന്നുള്ള ദാനമാണ് എന്നതുകൊണ്ട് ആ മുകളിലേക്ക് നോക്കുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ അയാൾ എന്താണ് ചിന്തിക്കുന്നത്? നീ എപ്പോഴാണ് മഴ വർഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയും, നിങ്ങളുടെ അവയവങ്ങളെ കൊണ്ട് നിങ്ങൾ നിരതരാകുകയും ഹൃദയം കൊണ്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാര് ഫതവക്കുലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹു നിങ്ങൾ തവക്കുൽ ചെയ്യുകയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് പ്രവാചകന്മാരോട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോ അതിന് മറുപടിയായിട്ട് വഖാലത്തുലുഹും റുസുലുഹും ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും, അവരോട് അവരുടെ പ്രവാചകന്മാര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. ലാകിന്നല്ലാഹു യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, പക്ഷേ അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് ചിലർക്ക് അള്ളാഹു ചില അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്, ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങൾ ചോദിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അള്ളാഹു തന്നെ ഉദ്ദേശിക്കണം. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കൂ എന്നുള്ളതാണ്. അപ്പൊ ഒരു കർഷകന്റെ ഒരു മനസ്സിനെയും ആ കർഷകന്റെ ജീവിത പരിസരങ്ങളിലെ ഇടപെടലുകളെയും നോക്കിക്കഴിഞ്ഞാൽ ഒരു മുഅ്മിനാകുക എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു രൂപം നമുക്ക് ബോധ്യപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇമാം ഷഅറാബി ഇതേപോലെയാണ് അതിനെ വിശദീകരിക്കുന്നത്. ഒരു കർഷകൻ അവന്റെ അവയവങ്ങളെ കൊണ്ട് മണ്ണിൽ പൂർണ്ണമായി പണിയെടുത്ത് ഹൃദയം കൊണ്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന അയാളുടെ ഒരു മനോബോധമുണ്ട്. ആ മനോബോധമാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ വെറുതെ ഇരിക്കല്ല വേണ്ടത്. കർമ്മങ്ങൾ നന്നായി ചെയ്യണം. അയാൾ അവിടെ ചെയ്യുമ്പോൾ ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ ആരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കാനോ അല്ല ചെയ്യുന്നത്, അയാൾക്ക് തന്നെ ഉപകാരപ്പെടുവാൻ, അതുകൊണ്ട് അയാളുടെ ജീവിതം സമ്പുഷ്ടമാകുവാൻ, അയാളുടെ ജീവിതം ഐശ്വര്യപൂർണമാകുവാനാണ് അയാൾ അതെല്ലാം ചെയ്തുകൊണ്ട് അവസാനം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അപ്പൊ ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ, അയാൾ പൂർണ്ണമായി അവന്റെ നാഥനിൽ ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം അവന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അല്ലെങ്കിൽ ആ നാഥനിൽ നിന്ന് ഇതിനെല്ലാം തന്നെ പ്രതിഫലം ലഭിക്കുമെന്ന ഉറച്ച ബോധത്തോടു കൂടിയും ആ ലോകത്തെക്കുറിച്ചുള്ള ഗാഢമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ടായിരിക്കണം അയാളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് സൂറത്ത് മുഅ്മിനൂനിൽ അള്ളാഹു പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ്. എന്താണ് ഇങ്ങനെ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിനെ അവർ ശുക്ർ ചെയ്യുമ്പോൾ അവര് ഏറെ ഭയഭക്തരായിരിക്കും, താഴ്മയുള്ളവരായിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് എന്ന വാക്കിനെ നമ്മൾ നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകരുത്. ആത്മാവിനുണർത്തുന്ന ഒരു അർത്ഥം കൊണ്ട് മാത്രമേ, ഒരു വാക്ക് കൊണ്ട് മാത്രമേ അതിന്റെ അർത്ഥം പറയാൻ പാടുള്ളൂ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വലാത്ത്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നേരങ്ങളിൽ ധാരാളം സമയം എഴുന്നേറ്റ് നിന്ന് റുക്കൂഇലും സുജൂദിലുമായി കഴിഞ്ഞ് കാലുകൾ നീര് വന്നപ്പോഴ് ആയിഷാ ബീവി റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, റസൂലെ ഇങ്ങനെല്ലാം പ്രയാസപ്പെടേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അതിന് കൊടുക്കുന്ന ഉത്തരം അഫലാകൂന അബ്ദൻ ശക്കൂറ, ഞാൻ നല്ല നന്ദിയുള്ള മനുഷ്യനാകട്ടെ എന്നാണ്. ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു മനുഷ്യനാവേണ്ടേ എന്ന് ആയിഷാ ബീവിയോട് റസൂലുള്ളാഹ് ആ ചോദിക്കുന്നതിൽ നിന്ന് ആ കർമ്മത്തിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് റസൂലുള്ളാഹ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകാശനമാണ്. നമ്മുടെ കണ്ണിനും കാതിനും കേൾവിക്കും ഹൃദയത്തിനും നമ്മുടെ സമയത്തിനും എല്ലാമുള്ള ഹൃദയം കൊണ്ടുള്ള ആത്മാവ് കൊണ്ടുള്ള നന്ദി പ്രകാശനമാണ് സ്വലാത്തി എന്നുള്ളത്. അപ്പൊ അത് ഏറെ ഭക്തിയോടുകൂടി താഴ്മയോടുകൂടി നിർവഹിക്കുന്നവരാണവർ. അതാണ് മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ഒരു ഗുണമാണ്. പിന്നെ വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ,
അവര് അവരുടെ നാഥനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് തെറ്റിക്കുന്ന, അകറ്റുന്ന എല്ലാ വിനോദങ്ങളിൽ നിന്നും അവർ ദൂരെയായി നടന്നു പോകും. പിന്നെ വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ, പിന്നെ അവർ സക്കാത്തിനെ ഫായിലാക്കുന്ന, പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ ഇമാം ഷഹറാവി ലിസക്കാത്തിഹും ഫായിലു എന്ന് പറയുന്നതിന് ഇമാം ഷഹറാവി വിശദീകരിക്കുന്നതിന്റെ വാർത്താണ്. ഒരു മുഅ്മിന് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അയാൾ ജോലി ചെയ്യുക, എന്നാൽ അയാളുടെ കഴിവിനപ്പുറം നിന്നുകൊണ്ട്, തോക്കത്തിഹി, അയാളുടെ കഴിവിനപ്പുറം നിന്നുകൊണ്ട് അയാള് കർമ്മനിരതനാവും. എന്തിനാണ്? അയാൾ സക്കാത്ത് കൊടുത്തു വീട്ടാൻ വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് അവർക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്യവിശ്വാസിയുടെ ജീവിതം മറ്റുള്ളവന് എപ്പോഴും നന്മ നിറഞ്ഞ ജീവിതവും സുഗന്ധമുള്ള ജീവിതാന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലിസക്കാത്തിഹും ഫായിലു എന്ന് പറഞ്ഞത് എന്നാ. അവര് സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എന്നല്ല പറഞ്ഞത്, അതിനെ ഫായിലാക്കുന്നവരാണ്, അതിനെ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുന്നവരാണെന്ന് പറഞ്ഞാല് അവര് മറ്റുള്ളവനെ, അവന്റെ ചുറ്റുമുള്ള ആളുകളെ നന്നായി പരിഗണിക്കുകയും അവർക്ക് വേണ്ടി കൂടി അവന്റെ സമയത്തെ ഏറ്റവും നന്നായി അവൻ ഉപയോഗിക്കും. അവന്റെ കഴിവിനപ്പുറം നിന്നുകൊണ്ട് അവൻ സമ്പാദിക്കുകയും ആ സമ്പാദ്യങ്ങളെ പാവപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു മുഅ്മിൻ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ ഒരു മുഅ്മിനാകുക എന്ന് പറയുന്നത് വലിയ ക്വാളിറ്റി ഉള്ള സംഗതിയാണ്. അതാണ് വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യ അവയവങ്ങളെ അവർ സൂക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ ധാരാളം സിഫത്തുകൾ, ഗുണങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം പറയുന്നുണ്ട് വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ, അവര് പടച്ചോനോട് നടത്തിയ കരാറുകളെ, മനുഷ്യരോട് നടത്തുന്ന കരാറുകളെ എല്ലാം തന്നെ അവര് പൂർണ്ണമായിട്ട് പാലിക്കുന്നവരാണ്. പിന്നെ വീണ്ടും വല്ലദീനഹും ലി സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവര് അതിനെ മുറപ്രകാരം, അതിനെ സമയബന്ധിതമായി അവർ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദി പ്രകാശനത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നവരാണ്. ഇങ്ങനെ സൂറത്ത് മുഅ്മിനൂനിൽ ഇങ്ങനെ അള്ളാഹു എണ്ണി പറയുന്നുണ്ട് ആരാണ് ഒരു മുഅ്മിൻ എന്ന്. അപ്പോൾ നിരന്തരം നിരതനാകുന്ന, എല്ലായിടങ്ങളിലും കർമ്മനിരതനാകുന്ന ഒരു ഒരു വ്യക്തിയായിരിക്കും ഒരു മുഅ്മിൻ. അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി, അവന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും എല്ലാ നന്മയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല ഇടപെടലായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തുണ്ടാകുക. ഇതെല്ലാമാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമലു സ്വാലിഹാത്തിനെ അള്ളാഹു ചേർത്ത് വെക്കുന്നത് മുഅ്മിൻ എന്ന വാക്കിനോട് കൂടി. ഇനി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. അൻ അബി യഹ്യ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജബൻ ലി അംറിൽ മുഅ്മിനി. ഈ ഹദീസ് നമുക്കെല്ലാം അറിയുന്ന ഒരു ഹദീസാണ്, വളരെ ശ്രദ്ധേയമായ ഹദീസാണ്. ഒരു മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഫലീസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, അതൊരു മുഅ്മിനിന് മാത്രമേ അത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുള്ളൂ. എന്താണത്? ഇൻ അസ്വാബത്തുഹു സർറാഉ ശക്ര, അയാൾക്കൊരു നന്മ വന്നു കഴിഞ്ഞാല് അയാള് അള്ളാഹു നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കും. ഫകാന ഖൈറൻ ലഹു, അത് അയാൾക്ക് ഖൈറാണ്. വൈൻ അസ്വാബത്തുഹു ലറാഉ, അയാൾക്ക് വല്ല പ്രയാസവും വന്നാൽ, പ്രതിസന്ധി വന്നാൽ ജീവിതത്തിൽ, സ്വബറ, അയാൾ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അത് അയാൾക്ക് ഖൈറാണ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനാകുമ്പോ ജീവിതത്തെ ഏറ്റവും നന്നായി പരിപാലിക്കാൻ കഴിയും. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനും എവിടെയും മനോധൈര്യത്തോടു കൂടിയിട്ട് ഇടപെടാനും ഒരു മുഅ്മിനിന് മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാന്ന് കരുതിപ്പോകും. അതാണ് ചില ആളുകൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലും ആത്മഹത്യന്റെ കണക്കെടുത്ത് ഓരോ ജില്ലകളെയും പലരും വിശകലനം ചെയ്യാറുണ്ട്. ഇനിയിപ്പോ എങ്ങനെയാണെങ്കിലും മലപ്പുറം ജില്ലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവിടെ ആത്മഹത്യയുടെ കുറവ് കാണുന്നത്? നമ്മളുടെ സമൂഹം എന്നുള്ള നിലക്ക്, വിശ്വാസി സമൂഹം എന്നുള്ള നിലക്ക് പല ദുർബലതകളും പല പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്നാലും ഒരു ഈമാനിന്റെ ഒരു വെട്ടമുണ്ടല്ലോ, ഒരു പ്രകാശമുണ്ടല്ലോ, അതെല്ലാം തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിലൂടെ മിന്നിമറഞ്ഞു പോകുന്നത് കൊണ്ട്, ഉയർന്നും താഴ്ന്നും നിൽക്കുന്നത് കൊണ്ട് അവര് ചില പ്രതിസന്ധികളിൽ പടച്ച തമ്പുരാനിലേക്ക് പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്ന
ഒരു സമൂഹം, ഒരു 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 അവസ്ഥാവിശേഷം അവരിലുള്ളത് കൊണ്ടാണ് ആത്മഹത്യ അവിടെ കുറവ്. കാരണം എന്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യപ്പെടും, ഈ ജീവിത വിഷയത്തിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന അവരുടെ ഉള്ളിലുള്ള ഒരു ബോധമാണ്. അതൊന്നും കൂടി പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു 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 സമൂഹത്തിന്റെ ഒരു തിളക്കം എന്തേക്കാരം ചിന്തിച്ചു നോക്കിയാൽ. അതുകൊണ്ടാണ് മുഅ്മിനാകുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് അവര് അടിസ്ഥാനപരമായിട്ട് ഉണർത്തുന്ന പിന്നെ തവക്കലു ഇൻ കുൻതും മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അള്ളാഹു തവക്കുൽ ചെയ്യൂ എന്നുള്ള വർത്താനം. അതുകൊണ്ടാണ് നമുക്ക് തവക്കുൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലെ, ചില ആളുകളിലും ചില പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പെടുന്നതിന് അവർ നിരാശരായി എല്ലാം പെട്ടവനായി പോയി എന്ന തോന്നലില് പലതും അങ്ങ് ചെയ്തു കളയും. എന്നാല് ഒരു സത്യവിശ്വാസി അങ്ങനല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനല്ല. അയാള് അതിനെ അയാൾ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കും. ഇതെല്ലാം എന്റെ റബ്ബ് എന്നിൽ നിർണയിച്ച ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപരമായ 6 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പറഞ്ഞു. അതായത് പിന്നെ വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അത് വലിയൊരു സംഭവമാണ്. എന്റെ ജീവിതത്തിൽ മാറി മറിയുന്ന ദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമ്മിശ്രമായ ഒരു അവസ്ഥ, അതെല്ലാം തന്നെ എന്റെ റബ്ബിനിൽ നിർണയിച്ചതാണ് എന്നൊരു ബോധം. ആ ബോധത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ കാണുവാനുള്ള, ജീവിതത്തെ പരിപാലിക്കുവാനുള്ള, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ത്വര അത് ഒരു സത്യവിശ്വാസിക്കുണ്ടാകും, ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകും. അവൻ എവിടെയും അവന്റെ കാലിടറുകയില്ല. അവൻ ഉറച്ച കാൽപാദം അവൻ അല്ലാഹു നൽകും. ആ ഒരു ബോധം അവൻ ഉണ്ടായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നല്ലത് വരുമ്പോൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുകയും ദുഃഖം വരുമ്പോൾ വ്യഥകൾ ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കുകയും എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഒരു മുഅ്മിനായ മനുഷ്യന് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് അള്ളാഹു റസൂല് പറഞ്ഞു വെക്കുന്നത്. ഒരു മുഅ്മിനാകാനുള്ള ശ്രമം നടത്തണം, നല്ല മുഅ്മിനാകാനുള്ള ശ്രമം നടത്തണം. ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പിന്നെ നമ്മള് ഈ സൂറത്ത് കഹ്ഫ് ഓതിപ്പോകുമ്പോഴ് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമുള്ള ചില ചിന്തകളെ, ചില അടുക്കോടുകൂടിയുള്ള ചില വിഷയങ്ങളെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് അവരിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കൊരു മോഡലായിട്ട് ഇവരിൽ സ്വീകരിക്കാൻ പറ്റും. ഇവരുടെ എല്ലാം ജീവിതത്തെ ഈ രൂപത്തിൽ അവർ പരിവർത്തിപ്പിച്ചത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അള്ളാഹു ഇതിലൂടെ എല്ലാം പറഞ്ഞു തരികയാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, സുകൃതങ്ങൾ അനുഷ്ഠിക്കുക. ഇന്ന ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ന, നിശ്ചയം നാം, ലാ നുദിഉ പാഴാക്കുകയില്ല, അജ്റമൻ ഒരുവന്റെ കർമ്മങ്ങളെ അല്ലെങ്കിൽ അവന്റെ പ്രതിഫലത്തെ നാം പാഴാക്കി കളയില്ല, അഹ്സന അമല ഏറ്റവും നന്നായി പിന്നെ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച ഒരാളുടെ കർമ്മങ്ങളെ നാം പാഴാക്കുകയില്ല, ഇതിന്റെ പ്രതിഫലത്തെ നാം നിഷ്ഫലമാക്കി കളയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അള്ളാഹു ഇന്ന ലാ നുദീഉ അജ്റമൻ അഹ്സനൽ ഈമാന എന്നല്ല അള്ളാഹു പറഞ്ഞത്, അഹ്സന അമല എന്ന്. അപ്പൊ ഇവിടെ മൻ എന്ന വാക്കിനെ അതൊരു മുഅ്മിനിലേക്കും ചേർത്ത് വെക്കാം, അതുപോലെ തന്നെ ഒരു നിഷേധിയായ മനുഷ്യരിലേക്കും ചേർത്ത് വെക്കാം. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്ത് അമല സ്വാലിഹാത്ത് സുഹൃതങ്ങൾ ചെയ്യുന്ന പല മനുഷ്യരെയും നമ്മൾ കാണും. അവരില് പടച്ചോന് കീഴ്പ്പെട്ടവരുണ്ടാവും, കീഴ്പ്പെടാത്തവരുണ്ടാവും. അപ്പൊ ഇത് ചില ആളുകൾ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്കൊന്നും പ്രതിഫലം കിട്ടൂലേ? നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില അടിസ്ഥാന വിഷയം കിട്ടും അതിൻ്റെ ഉള്ളിൽ വരേണ്ടത്. അതെന്താണ്? നമ്മൾ ഇതിനെ വർഗബോധത്തിന്റെയോ മനുഷ്യനിർമ്മിത മതബോധത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. ഇത് ഒരു സൃഷ്ടി എന്നുള്ള നിലക്ക് അവന്റെ പേര് എന്തോ ആവട്ടെ, നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നത് പോലെ നമ്മൾ വീണ്ടും വീണ്ടും അത് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അമലു സ്വാലിഹാത്ത് എന്നുള്ളതിനെ അതിനെ ഒരു രൂപത്തിന്റെയോ നാമത്തിന്റെയോ ഏതെങ്കിലും രൂപഭാവത്തിന്റെയോ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യേണ്ട ഒന്നല്ല. അത് മനുഷ്യൻ എന്നുള്ള നിലക്ക് മാത്രം പരിഗണിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് പേരിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല അള്ളാഹു ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരു വലിയ തല കെട്ടി തൊപ്പിട്ട് താടി നല്ല നീട്ടി ഒരു നീളം കുപ്പായ ഇട്ടവനെ പരിഗണിച്ചുകൊണ്ടല്ല മുഅ്മിൻ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ മുഹമ്മദി എന്നോ അഹമ്മദി എന്നോ പേരിട്ടത് കൊണ്ട് മാത്രം അയാൾ മുഅ്മിനാണ് എന്ന നമ്മുടെ തെറ്റായ ഒരു വിശകലനമുണ്ട്. അതിന്റെ അത്തരത്തിലുള്ള ഒരു വിശകലനമല്ല അള്ളാഹു നടത്തുന്നത്. അവന്റെ പേരെന്തോ ആവട്ടെ, അവൻ ഏത് വേഷം സ്വീകരിച്ചവനാവട്ടെ, അവിടെ അള്ളാഹു ഒരു മനുഷ്യനിലേക്ക് നോക്കിക്കൊണ്ടാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിലേക്ക് നോക്കി നമുക്കത് കാണാൻ പറ്റും. ഒരു മുഅ്മിനാണ് എന്ന് റസൂലുള്ളാന്റെ സമൂഹത്തിൽ റസൂലുള്ള പറയുന്നത്, ഒരു മുസ്ലിമാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും രൂപത്തെയോ നാമത്തെയോ ചൂണ്ടിക്കൊണ്ട് പറയാൻ പറ്റൂല. എല്ലാരെ പേരും ഒരുപോലെയാണ്, അറബി പേരാണ്. എല്ലാവരുടെ രൂപം ഒരുപോലെയാണ്, തലകെട്ടും തൊപ്പിയും നീളം കുപ്പായും താടിയെല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് വിലയിരുത്തുന്ന പോലെ അന്ന് ഒരിക്കലും അത് പറയാൻ പറ്റൂല. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാം ഒരുപോലെയാണ്. അപ്പൊ പിന്നെ അത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ കർമ്മങ്ങൾ തന്നെ അള്ളാഹു പിന്നീട് വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട്. ആ രീതി എങ്ങനെയാണ്? അപ്പൊ നമുക്കറിയാം, ഇപ്പോ സൂറത്ത് ബഖറയിൽ പിന്നെ അള്ളാഹു പറയുന്ന ഒരു വർത്തമാനോട്, യാ അയ്യുഹല്ലദീന ആമൻ, അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തുബ്തിലു സദഖാതികും, നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ധർമ്മങ്ങളെ നിങ്ങൾ എന്താക്കരുത്, നിങ്ങൾ പാഴാക്കി കളയരുത്, ബിൽ മന്നി വൽ അദ, അത് എടുത്തു പറഞ്ഞിട്ടും അത് കൊടുത്തതിന്റെ പേരിൽ മറ്റുള്ളവനെ കുത്തുവാക്ക് ഉപയോഗിച്ച് അവനെ ക്രൂശിച്ചിട്ടും നിങ്ങൾ എന്താക്കരുത്, നിങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഏതുപോലെ കല്ലദി യൂൻഫിഖു മാലഹു, ഒരു മനുഷ്യനെ പോലെ. കണ്ടോ? അപ്പോ മുഅ്മിനായാലും മുഅ്മിനായിട്ടില്ലെങ്കിലും ധർമ്മം ചെയ്യും. അതാണ് അള്ളാഹു ഇതിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിന് പിന്നീട് പ്രതിഫലത്തിന്റെ ഒരു വിഷയത്തെ അള്ളാഹു പിന്നീട് അതിൽ ചേർത്ത് വെക്കുകയാണ്. കല്ലദി യൂൻഫിഖു മാലഹു റിആ അന്നാസി, മനുഷ്യർ കാണാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുക. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാതെ, അഥവാ എന്റെ സൃഷ്ടാവിന്റെ കൽപ്പനയാണിതെന്നും എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ലോകത്ത് എനിക്ക് പ്രതിഫലം ലഭിക്കേണ്ടതുണ്ടെന്നും ബോധമില്ലാതെ, ആ ഒരു തിരിച്ചറിവില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പൊ ഇവിടെ നാമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇതിനെ വിലയിരുത്തേണ്ടത്, രൂപത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അത് ഓരോരുത്തരും തിരിയേണ്ടതാണ്. ഞാൻ മുഅ്മിനാണോ അതോ ആ വൃത്തത്തിൽ നിന്ന് പുറത്താണോ? അത് അറബി പേരുള്ളവനും ചിന്തിക്കണം, അല്ലാത്തവനും ചിന്തിക്കണം. അല്ലാത്തവനെ നോക്കിയിട്ട്, അറബി പേരില്ലാത്തവനെ നോക്കിയിട്ട് ഓനെ അങ്ങനെ അല്ലാന്ന് നമ്മൾ പറയാനും പാടില്ല. നമ്മളെ സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശുദ്ധമായ അമ്പിയാക്കന്മാരുടെ ഒരു ചിന്താരീതി ഉണ്ട്. അതിൽ നമ്മൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. മനുഷ്യനെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു ശരിയായ ഒരു രീതിശാസ്ത്രം നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് തെറ്റിപ്പോയ, പിഴച്ചുപോയ വാക്കുകളെ തിരുത്താനും കാഴ്ചപ്പാടുകൾ ശരിപ്പെടുത്താനും നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഖുർആൻ വായിച്ചു പോകുമ്പോൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഒരു വർഗബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില വിഷയത്തെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നിർമ്മിച്ച ഒരു മതബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില വിഷയങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇതിലുണ്ടാക്കിയ അപകടങ്ങളുണ്ട് പൊതു ഇടങ്ങളിൽ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് തിരിയാത്തത്. ഇത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളുമായിട്ട് ഒരു നിലക്കും ഇത് ബന്ധപ്പെടുന്നില്ല എന്നെല്ലാം ആളുകൾ ചിന്തിച്ചു പോയത് അതുകൊണ്ടാണ്. അത് പ്രവാചകന്മാർ അങ്ങനല്ല. പ്രവാചകന്മാർ മനുഷ്യരെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരിലെ ആ നന്മയെ നിങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം. കാരണം നന്മ തിന്മ എന്നുള്ളതിൽ മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. അത് പ്രവാചകന്മാർ വന്നിട്ടില്ലെങ്കിലും മനുഷ്യൻ ചെയ്യും. അത് അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിലുള്ള ബോധമാണ്. അതുകൊണ്ടാണ് ഓല് ചോദിക്കുന്നത്, പിന്നെ പ്രവാചകന്മാർ വന്നിട്ടില്ലെങ്കിലും ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിലും മനുഷ്യൻ നന്മ ചെയ്യൂലേ? ആ നന്മ ചെയ്യും, നന്മയെ അനുഷ്ഠിക്കും. പക്ഷേ ഈ നന്മ അനുഷ്ഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു കർഷകനെ കുറിച്ച് പറഞ്ഞതുപോലെ അയാൾ വെറുതെ ഇങ്ങനെ പാടത്ത് കൊത്തുകയല്ല. അയാൾക്ക് അതിന് ശേഷം ചിലതെല്ലാം അയാൾ ലക്ഷ്യമാക്കുന്നുണ്ട്. ആ ലക്ഷ്യം എങ്ങനെ ലഭിക്കും, എവിടുന്ന് ലഭിക്കും, അതെങ്ങനെ കിട്ടും? ആ ഒരു അടിസ്ഥാന ബോധം മുമ്പിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് നിങ്ങളെ കർമ്മങ്ങൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിലുള്ള നന്മകളെ എങ്ങനെ നിങ്ങൾ പ്രകടിപ്പിക്കണം, തിന്മയെ നിങ്ങൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ മറച്ചു വെക്കണം, എന്നിട്ട് നിങ്ങൾക്കും സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എങ്ങനെ ജീവിക്കണം. ഇതാണ് പ്രവാചകന്മാരുടെ പിന്നെ അധ്യാപനത്തിന്റെ ഒരു കാതലായ ഒരു വിഷയതാണ്. എന്താണ് സൊഫ്വാൻ എന്ന് പറഞ്ഞ എന്താണ്? അയാളുടെ കർമ്മത്തിന്റെ ഉപമ
കമസലി സൊഫ്വാനിൻ, വളരെ മിനുസമേറിയ ഒരു പാറ പോലെയാണ്. അൽ ഹജറുൽ അൽമസു എന്നാണ് പിന്നെ സൊഫ്വാനി എന്ന വാക്കിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം. അപ്പോ വളരെ മിനുസമായൊരു പിന്നെ ഒരു പാറ പോലെയാണ്. അലൈഹി തുറാബുൻ, അതിന്റെ മേലെ കുറച്ച് പിന്നെ മണ്ണുണ്ട്. അസ്വാബഹു വാബിലുൻ, അങ്ങനെ ആ അതിന് മുകളിൽ മഴയങ്ങ് വർഷിച്ചു. ഫതറക്കഹു സൽദ, അങ്ങനെ അതെല്ലാം അങ്ങ് ഒലിച്ചുപോയി. അത് വീണ്ടും പൂർണ്ണ മിനുസമുള്ള പാറയായി മാറി. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അയാൾ അതിന്റെ മേലെന്തെങ്കിലും വിത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വല്ല പ്രതിഫലവും അയാൾക്ക് കിട്ടുമോ? അയാൾക്ക് കിട്ടൂല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അന്ത്യനാളിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും നിരാകരിച്ച് നിഷേധിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, മരണാനന്തര ജീവിതത്തെ നന്നായി മനസ്സിലാക്കാതെ അതിനെ ഉൾക്കൊള്ളാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന്റെ കർമ്മങ്ങളുടെ അവസ്ഥ ധിക്കാരം അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ധാരാളം ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും അല്ലെ. ആളുകള് ജീവിതത്തിൽ എല്ലാവരും നല്ലത് ചെയ്യും, പക്ഷെ അതിന് എവിടുന്ന് പ്രതിഫലം ലഭിക്കും, എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം. അള്ളാഹു പറയുന്നില്ലേ, പിന്നെ നാം അവരുടെ കർമ്മങ്ങളിലേക്ക് പിന്നീട് തിരിയും അന്ത്യനാളിൽ. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, ചിതറിയ ധൂളികളെ പോലെ നാം അതിനാക്കി മാറ്റും. മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ, ക്ഷണികമായ ഭൗതിക നേട്ടങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അതവർക്ക്, ആ നേട്ടങ്ങളെ നാം അവർക്ക് ഭൗതിക ലോകത്ത് വെച്ച് തന്നെ നൽകും. അപ്പൊ അതിനെയും അള്ളാഹു പാഴാക്കൂല. അതാണ് ഇവിടെ ഇത് നമ്മൾ ഈ ചർച്ചയുടെ അടിസ്ഥാന വിഷയം അതാണ്. ഇന്നാ ലാ നുദീഉ അജ്റമൻ അഹ്സന അമല. എല്ലാം നന്മയാണ്. അതുകൊണ്ടാണ് മനുഷ്യന് ഏതൊരു വ്യക്തി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെയും അതിന് നല്ലതായി വാഴ്ത്തുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ചിലവർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ കൊടുക്കും, ചിലവർക്ക് അവരുടെ ജീവിത ലക്ഷ്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരനുഷ്ഠിക്കുന്നതിന് ആഖിറത്തിലും നൽകും. ഇതാണ് സംഭവം. മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ. നിന്ദിതനും അതുപോലെ തന്നെ പുറം തള്ളപ്പെട്ടവനുമായി അവരെ നാം മാറ്റും. അതുകൊണ്ടാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന പിന്നെ ഒരു വിശാലമായ ഹദീസില് 3 ആളുകളുടെ കർമ്മങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് പിന്നെ നാമങ്ങളെയോ രൂപങ്ങളെയോ അല്ലെങ്കിൽ സമൂഹം, വർഗം ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടല്ല പറയുന്നത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് അവൻ ചെയ്യേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ചില കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് അമ്പിയാക്കന്മാർ ഈ വിഷയത്തെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറയാണ്, 3 ആളുകൾ നാളെ യൗമുൽ ഖിയാമയിൽ കൊണ്ടുവരും. അപ്പൊ ഒരാള് പറയും, പടച്ചോനെ, ഞാൻ നന്നായി പഠിച്ചു, നിനക്ക് വേണ്ടി പഠിച്ചു, നിനക്ക് വേണ്ടി സംസാരിച്ചു, ഞാൻ ആളുകളെ നന്നായി ഞാൻ തർബീയത്ത് ചെയ്തു എന്നല്ലോ പറയും. അയാൾ പറയും, അതെ, നീ അതെല്ലാം ചെയ്തിരുന്നു, പക്ഷേ അത് നീ വലിയ പണ്ഡിതനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നോ അല്ലേ? അതിനാല് അതെല്ലാം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു, നിന്റെ ആ അമലു സ്വാലിഹാത്തിനുള്ള പ്രതിഫലം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനാല് നീ അത് അള്ളാഹുവിന്റെ പ്രീതിയെ, റിളയെ കാംക്ഷിച്ചിട്ടോ തൃപ്തിയെ കാംക്ഷിച്ചിട്ടോ മരണാനന്തരം അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യം ലഭിക്കുമെന്ന ബോധത്തോടു കൂടിയോ അല്ല. അപ്പൊ അവിടെ പല ആളുകളെയും ആ സമയത്ത് ആ വ്യക്തി എന്താക്കുന്നുണ്ട്, പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞ ഷിർക്ക് എന്ന് പറഞ്ഞാല് അത് ഏതെങ്കിലും ഒരു രൂപത്തെ വെച്ചുകൊണ്ട് പൂജിക്കുന്നതിന് മാത്രമല്ല ഷിർക്ക് എന്ന് പറയാ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് പിന്നെ ഷിർക്കുൽ അസ്ഗറിനെയാണ്, ഏറ്റവും ചെറിയ ഷിർക്കിനെയാണെന്ന് പറയുന്നത് റസൂലുള്ളാഹി. അതെന്താണ്? നിങ്ങൾ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ സൂറത്ത് ബഖറയിലെ ആയത്തിലും അതാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയുള്ള ത്വരയിലാണ് ഇന്ന് ഈ സമൂഹം. അപ്പോ ഒരു സമൂഹം എന്നുള്ള നിലക്കും വ്യക്തികൾ എന്നുള്ള നിലക്കെല്ലാം ഇത് നമ്മള് ഈ ഒരു തിന്മ പിന്നെ വളരെ വളരെ പന്തലിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് 100 രൂപയുടെ ഒരു കൂപ്പണ് ഇക്കാരം ഒരു മനുഷ്യന് കൊടുക്കുക നമ്മൾ. അതിന് വേണ്ടി 200 രൂപ കൊടുത്തിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നിട്ടുണ്ടാവും നമ്മള്. അതിന് ആ 200 രൂപ കൂടി കൂട്ടി ഇയാൾക്കാണ്ട് കൊടുത്താൽ മതി. എന്നാലും നമ്മൾ 100 രൂപേന്റെ ഒരു കൂപ്പൺ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കിറ്റ്, ഒരു 100 രൂപന്റെ അല്ലെങ്കിൽ ഒരു 500 രൂപേന്റെ കുറച്ച് സാധനങ്ങൾ ഇട്ട് ഒരു കിറ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിനപ്പുറത്ത് എന്തുണ്ടാവും?
1000 രൂപയുടെ മറ്റു ചെലവ് നമ്മൾ നടത്തുന്നുണ്ടാവും. അതിന് സ്റ്റേജ്, ആളുകളെ കൊണ്ടുവരല്, അവർക്കുള്ള വേറെ കാശ്, അവരുടെ വണ്ടിക്കുള്ള വേറെ കാശ്, ഫോട്ടോഗ്രാഫർക്കുള്ള വേറെ കാശ്, ബാനറിനുള്ള വേറെ കാശ്, ഇങ്ങനെല്ലാമാണ് നമ്മളുടെ കർമ്മങ്ങൾ. അത് വ്യക്തിയും സമൂഹവും ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. എവിടുന്നാണ് ഇതിന് പ്രതിഫലം കിട്ടുക? അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, അങ്ങനെ ഒരു മനുഷ്യനോട് പറയും, അതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്ന. പിന്നെ മറ്റൊരു യോദ്ധാവിനെ കൊണ്ടുവരും. ആ യോദ്ധാവ് പറയും, പടച്ചോനെ, നിന്റെ മാർഗത്തിൽ ഞാൻ പോരാടി, അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, തിന്മയ്ക്കെതിരെ ഞാൻ നിലപാടുകൾ സ്വീകരിച്ചു, ഞാൻ ധീരമായി ഞാൻ പടപൊരുതി എന്നെല്ലാം പറയും. അപ്പൊ പറയും, അതെ, നീ ഒരു ധീരനാണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയിട്ടായിരുന്നു നീ അതെല്ലാം ചെയ്തത്. അത് പറഞ്ഞു കഴിഞ്ഞു, നിനക്ക് ആ പ്രതിഫലം ലഭിച്ചു. അതിനാൽ നീ പിന്നെ നിന്റെ ഇടം നരകമാണെന്ന് പറയുന്ന. കണ്ടോ, ഇവിടെ നാമമല്ല, രൂപമല്ല, ഒന്നുമല്ല. അല്ലെ, ഉഹുദിന്റെ രണഭൂമിയിലേക്ക് പിന്നെ പായുന്ന സ്വഹാബികളിലെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അയാൾ നരകത്തിലേക്കാണ് പോകുന്നത്. സ്വഹാബികൾ അന്തം വിട്ടു പോകുന്നുണ്ട്. അല്ലെ, നുബൂഅത്തുർ റസൂലില് അതിന്റെ മുസന്നിഫ് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നുബൂവത്തിനെ എങ്ങനെയൊക്കെയാണ് പിന്നെ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പോകുന്നു, രക്തസാക്ഷിയാകുന്നു. അപ്പൊ ആളുകൾ ആകെ അന്തം വിട്ടു പോവുകയാണ്. അള്ളാഹുവേ, എന്താണിത് സംഭവം? അയാളെ നരകാവകാശിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. പക്ഷേ അയാൾ എടുത്തു നോക്കുമ്പോൾ അയാളെ നെഞ്ചിലേക്ക് അയാൾ കടാര കൊണ്ട് അയാൾ കുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. അയാള് രക്തസാക്ഷിത്വത്തിന് പോലും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ എങ്ങനെയാണ് നിങ്ങളുടെ നെയ്യത്തുകളെ, നിങ്ങളുടെ ചിന്തകളെ, കർമ്മങ്ങളെ നിങ്ങള് പിന്നെ ഉണ്ടാക്കി തീർക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കണം അല്ലാഹുവിന്റെ റസൂൽ. ഒരു മൂന്നാമനായിട്ട് കൊണ്ടുവരുന്ന ഒരു ധർമ്മിഷ്ഠനെ കൊണ്ടുവരുമെന്ന്. അയാള് അള്ളാഹിനോട് പറയും, പടച്ചോനെ, ഞാൻ ധാരാളം ധർമ്മം ചെയ്തു, പല ആളുകളെയും സഹായിച്ചു, പല ആളുകളെയും പിന്തുണച്ചു, പല ആളുകളെയും പട്ടിണി ഞാൻ മാറ്റി. അള്ളാഹു പറയും, അതേ, നീ ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള പ്രതിഫലം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്നാലാനുദിഉ അജ്റ മൻ അഹ്സന അമല. അത് ഒന്നില്ലെങ്കിൽ ഭൗതിക ലോകത്തേക്കാരം, അല്ലെങ്കിൽ ആഖിറത്തിലേക്കാരം. അപ്പോ ഇവിടെ കിട്ടുന്നതിനപ്പുറം അള്ളാഹുവിൽ കിട്ടാൻ ആഗ്രഹിക്കണം. അതിന് മുഅ്മിനാകണം എന്ന് അള്ളാഹു പറഞ്ഞു വെക്കും. ഇന്നാലാനുദിഉ അജ്റ മൻ അഹ്സന അമല. അതുകൊണ്ടാണ് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരാൾ ഒരു സുകൃതം ചെയ്താൽ വഹുവ മുഅ്മിനുൻ, എന്നിട്ട് അവരെന്താണ്, മുഅ്മിനാണെങ്കിൽ, ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവന് വളരെ സമ്പുഷ്ടമായ ജീവിതം നാം അവന് പ്രദാനം ചെയ്യും. വലനജസിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഇസ്രായേലിന്റെ ആയത്ത് നോക്കി എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു പറയുന്നത്. ഈ രണ്ട് ലോകത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ കർമ്മത്തെ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത്. മൻ അറാദൽ ആഖിറത, ഇനൊരാൾ ആഖിറ ഉദ്ദേശിച്ചു, എന്നിട്ട് വസഅലഹ സഅയഹ, അതിനു വേണ്ടി അയാൾ കർമ്മം അനുഷ്ഠിച്ചു. വഹുവ മുഅ്മിനുൻ, അയാള് എന്താണ്, പൂർണ്ണമായി അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ചവനായിക്കൊണ്ട്, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ ആ പ്രതിഫലം നന്ദിപൂർവം അള്ളാഹു അതിനെ സ്മരിക്കും, അതിന് പ്രതിഫലം നൽകും. സ്തുത്യർഹമായ പ്രവർത്തനമായിരിക്കും, അതിന് അള്ളാഹു പ്രതിഫലം നൽകും. സൂറത്ത് തോഹയിലെ ഒരു ആയത്ത് നോക്കിയേക്കാണ്. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി, ഒരാള് ഒരു സുകൃതം ചെയ്യുക, സുകൃതങ്ങളെ അനുഷ്ഠിക്കുക. വഹുവ മുഅ്മിനുൻ, അയാൾ മുഅ്മിനായിക്കൊണ്ട്. ഈ മുഅ്മിനായിക്കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ പറഞ്ഞ 6 അടിസ്ഥാന കർമ്മങ്ങൾ ഇങ്ങനെ വരണട്ടോ. ഈ ഊരി നിന്നുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് ഒരാൾ മുഅ്മിനാകുക. അവന്റെ പേര് രാമനായിരിക്കാം, അല്ലെങ്കിൽ മുഹമ്മദ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോർജ് ആയിരിക്കാം, അബ്ദുള്ള ആയിരിക്കാം, എന്നുമായിരിക്കാം. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മാ, അയാള് ഒരു അക്രമവും അയാൾ ഭയപ്പെടേണ്ടി വരില്ല. വലാ ഹദ്മൻ, ഹദ്മൻ എന്ന് പറഞ്ഞാൽ വലാ യൻഖുസു മിൻ ഹസനാതിഹിം ഷൈഅൻ, അയാൾ ചെയ്ത പ്രവർത്തനത്തിൽ നിന്ന് ഒന്നും ചുരുങ്ങിപ്പോകൂല്ല. അതാണ് ഹൗമൻ എന്ന്, അല്ലെ? ഇനി നിങ്ങൾ പിന്നെ സൂറത്തുൽ അംബിയ ഒന്നെടുത്ത് നോക്കി. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്രാന ലിസഅയിഹി വഇന്നാ ലഹു കാതിബ്.
അപ്പൊ എന്ത് പ്രവർത്തനത്തിന് മുഅ്മിനാകുക ആഖിറത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ അവർക്ക് അത് ലഭിക്കും എന്നാണ്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞത് പേരും രൂപവും ഒന്നുമല്ല എന്നാണ്. അതിനെ അള്ളാഹു മനോഹരമായിട്ട് അള്ളാഹു സൂറത്ത് ഗാഫിറിൽ എടുത്തു കാട്ടുന്നുണ്ട്. എന്താണത്? വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും വഇൻ യകു കാദിബൻ ഫഅലൈഹി കദ്ബുഹു വഇൻ യകു സാദിഖൻ യുസീബുകും ബഅദുല്ലദീ യഇദുകും. സൂറത്ത് ഗാഫിറിൽ മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ഫറോവയുടെ അടുക്കല് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുവാൻ, ഒരു വിശ്വാസികളെ ആ ഒരു സമൂഹത്തെ പീഡിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ചെന്ന് ആ അക്രമിയായ ഭരണാധികാരിയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോഴുണ്ടാകുന്ന കോലാഹലങ്ങള്, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം വിശുദ്ധ ഖുർആൻ എടുത്തു കാട്ടുന്നുണ്ട് അല്ലെ. അതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റിരിക്കുകയാണ്. വഖാല റജുലുൻ, ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഇവിടെ റജുൽ എന്ന് പറയുന്നത്? എല്ലാ കാലത്തും ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാ ഷറാഹ് പറഞ്ഞത്. ആ വ്യക്തിയുടെ പേര് പറയാതെ, ആ വ്യക്തിയുടെ മറ്റൊന്നും പറയാതെ റജുലുൻ എന്ന് പറഞ്ഞത് എല്ലാ കാലത്തും നമ്മൾ പുലർത്തേണ്ട ചില സമീപനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാല്, ചില ധാർമ്മികമായ മൂല്യങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞാല്, മനുഷ്യനാണല്ലോ, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഉണ്ട്. നന്മയെ ഉദ്ദീപിക്കാനും മനുഷ്യന് കഴിയും, തിന്മയെ പ്രകടിപ്പിക്കാനും മനുഷ്യന് കഴിയും. അപ്പോ മറ്റുള്ളവരെ നന്മയെ ഉദ്ദീപിക്കുവാനുള്ള, പുറത്തു കൊണ്ടുവരുവാനുള്ള ചില ധാർമ്മികമായ സമീപനങ്ങൾ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മൾ അതൊന്നും പുലർത്താതെ എന്തുകൊണ്ട് ആ തിന്മയെ എന്തുകൊണ്ട് ഇവർ എതിർക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമല്ല. അപ്പൊ എവിടൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പഠിക്കണം. അത് മൂസാ നബിയിലേക്ക് നോക്കിയാൽ തിരിയും. മൂസാ നബി എങ്ങനെ സംസാരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി എന്നാ. ഒരു അക്രമിയോട് പോലും മൂസാ നബി സംസാരിക്കുന്ന രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്, ഒരു സമീപനമുണ്ട്. ആ സമീപനം കൈവിട്ടുകൊണ്ടുള്ള, ആ രീതി കൈവിട്ടുകൊണ്ടുള്ള ഒരു രീതി ഒരു അക്രമിയായ ഭരണാധികാരിയോട് പോലും നടത്താൻ പാടില്ല എന്നുള്ള അള്ളാഹുവിന്റെ സുന്നത്തിനെ മറക്കാൻ പാടില്ല. അത് പ്രവാചകന്മാരെ പഠിപ്പിക്കാൻ അള്ളാഹു എങ്ങനെ സംസാരിക്കേണ്ടത് എന്ന്. അപ്പൊ നമ്മളിങ്ങനെ വീറും വാശിയോടും കൂടിയിട്ട് ഇങ്ങനെ ആളുകളെ പുച്ഛിക്കുക, ആളുകളെ അവഹേളിക്കുക, ആളുകളെ നിന്ദിക്കുക, ഇതുകൊണ്ടൊന്നും ഒരു സമൂഹത്തിൽ ഒരു നല്ല സൊസൈറ്റിയെ സൃഷ്ടിക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ, അങ്ങനെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ സ്വീകരിക്കുന്ന വാക്കുകളുടെ ശൈലിയിലുമെല്ലാം തന്നെ ചില ധാർമ്മികമായ വശങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴുണ്ടാകുന്ന സാമൂഹികമായ ചില പരിവർത്തനങ്ങളുണ്ട്. അങ്ങനെ ആ വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ടാണ് വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന, ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യന് യക്തുമു ഈമാനഹു, അയാളെ ഈമാനെ മറച്ചു പിടിച്ചുകൊണ്ട് അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയാണ്. അയാളിപ്പോ എന്തേ പറഞ്ഞിട്ടുള്ളൂ? അയാള് റബ്ബി അല്ലാ, എന്റെ നാഥൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുന്നത്? ആരാണ് നിങ്ങളെ ദൈവം എന്ന് പറഞ്ഞിട്ടില്ലല്ലേ വന്നിട്ടുള്ളത്? അവിടെ രണ്ടടി അടിക്കുന്നുണ്ട് അയാൾ എന്നാ. ഒന്ന് ഫറോ പറയുന്നത് എന്താണ്? ഞാനാണ് നിങ്ങളെ റബ്ബ് എന്ന്, എന്നെ റബ്ബുക്കുമുൽ അഅല. അപ്പൊ ഇങ്ങനെ വളരെ തന്ത്രപരമായിട്ട് ഹിക്മത്തോടു കൂടിയിട്ട് ഏത് അക്രമികൾക്കിടയിൽ നിന്നും ധർമ്മത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരുണ്ടാകും. ഇപ്പുറം നിന്ന് സംസാരിക്കുന്ന നല്ല മുഅ്മിനായ മതി. മുഅ്മിനാകുമ്പോൾ എന്തുണ്ടാവും? അവന്റെ വാക്കുകൾ പോലും അമൽ സ്വാലിഹാത്തായിട്ട് മാറും. ഏറ്റവും നല്ല വാക്ക് അയാൾ ഉപയോഗിക്കുള്ളൂ, ഏറ്റവും നല്ല ശൈലി അയാൾ സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ്. അതാണ് മുഅ്മിനാകുന്നതിന്റെ ക്വാളിറ്റി. അമൽ സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ മാത്രമല്ല, ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് അമൽ സ്വാലിഹാത്ത് പെട്ടതാണ്. അയാൾ നല്ലത് പറഞ്ഞു കൊള്ളട്ടെ, വലിയ പുൽ ഹൈറൻ, അയാൾ നല്ലത് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് ഒന്നുണ്ട്. നല്ലത് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ നല്ല വാക്ക് പറയാന്നുള്ളത്, ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക്, നല്ല വാക്ക് പറയാന്നുള്ളത് അത് ഒരു അമൽ സ്വാലിഹാത്താണ്. അതുകൊണ്ട് അത് നമ്മളോട് മാത്രമല്ല, അത് സമൂഹത്തോട് സംസാരിക്കുമ്പോൾ, മറ്റു ഇടങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ എല്ലാം തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? റബ്ബി അല്ലാ. അപ്പോ ഒരേ സമയം അയാള് ഒരു ആ വ്യക്തി ഒരു വർത്തമാനത്തിന്റെ ഉള്ളില്
ഒരു വലിയ ചിന്തയെ കൂടി അവിടെ സന്നിവേശിപ്പിക്കുന്നുണ്ട്. എന്താണ്? അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ നാഥനാണ്, പരിപാലകനാണ്, എന്റെ അള്ളാഹു ആ സ്രഷ്ടാവാണ് എന്റെ നാഥൻ എന്നല്ലേ ഇയാൾ പറയുന്നുള്ളൂ. തന്നെയല്ല വക്ര ജാഅക്കും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും. എന്തൊരു വർത്താനാണ്! ആ സമയത്ത് ഈ കേൾക്കുന്ന വ്യക്തിക്ക് തിരിയുന്നുണ്ടാവില്ല ഇയാൾ എന്താണത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഖദ് ജാഅക്കും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ പരിപാലകരിൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തം കൊണ്ടുവന്നിരിക്കണോ. മൂസാ നബി പോണത് ഏതുകൊണ്ടാണ്? ഒരു മുഅ്ജിസത്ത് കൊണ്ടല്ലേ പോണത്. അതിനെ ചൂണ്ടിയിട്ട് നിങ്ങളുടെ റബ്ബിൽ നിന്ന് പറയാണ്. ആ സമയം അയാൾക്ക് തിരിയുന്നില്ല. ഈ കേൾക്ക് ഞാൻ റബ്ബാണെന്ന് പറയുന്നവർക്ക് അപ്പൊ തിരിയുന്നില്ല. അപ്പൊ എന്താണ് ഇയാളും എന്താ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് പറയണ വൈകുക്കാദിപൻ. അപ്പൊ അവിടെ എന്താണ്? ഒരു ബാലൻസ് കീപ്പ് ചെയ്യാണ്. ഇവിടെ പെട്ടെന്ന് ഒരു ബാലൻസ് കീപ്പ് ചെയ്യാണ്. എന്താണ്? ഇദ്ദേഹം കളവ് പറയുന്നവനാണെങ്കിൽ ആ കളവിന്റെ പിന്നെ എല്ലാ ദുരന്തവും അയാൾ തന്നെ അനുഭവിച്ചോളും. നീ വൈയക്കു സ്വാദിക്കൻ, ഈ പറയുന്നത് സത്യാണെങ്കിലോ യുസീബുക്കും ബാദല്ലദീ യഅദുക്കും, ഇയാള് നമ്മൾ നല്ല മനുഷ്യരായി കഴിഞ്ഞാൽ കുറെ സംഗതിയിൽ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, അത് നമുക്കും കിട്ടിക്കോളും. എത്ര മനോഹരമായിട്ടാണ് ഒരു 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 പൊളിറ്റിക്കൽ ഒരു ശൈലി അദ്ദേഹം സ്വീകരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഏറ്റവും നന്നായി ആ രൂപത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചത് ഘടകമുണ്ട്. ആ ഘടകം മൂസാ നബിയുടെ സംസാര ശൈലിയാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മൂസാ നബിന്റെ സംസാര ശൈലി എടുത്ത് നോക്കിയാൽ മതി. ഒരു അക്രമി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പലതും പറയുന്നുണ്ട് അല്ലേ? ആ പ്രകോപനത്തിന് വശംവദനാകാതെ മൂസാ നബിയുടെ ശൈലി മനോഹരമാണ്. മൂസാ നബിയുടെ ശൈലി അതിന് ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. താൻ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി വന്നോ ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാനുള്ള, അതിലേക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള, അതിനു വേണ്ടി അവരെ പാകപ്പെടുത്താനുള്ള വളരെ ജാഗ്രതയുള്ള ഇടപെടലുകളും വാക്കുകളാണ് മൂസാ നബി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മനോഹരാണ്. നമുക്ക് മറ്റൊരിടത്ത് എങ്ങനെയൊക്കെയാണ് മൂസാ നബി പറഞ്ഞു പോയി എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. കാരണം ഈ സൂറത്ത് കഹ്ഫില് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? മൂസാ നബിയെ പരാമർശിച്ചിടത്തെല്ലാം തന്നെ ഫറോവയെ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ സൂറത്ത് കഹ്ഫിൽ മാത്രമാണ് ഫറോവയെ പരാമർശിക്കാതെ പോയിട്ടുള്ളത്. അവിടെ മറ്റൊരു വ്യക്തിയാണ് മൂസാ നബിന്റെ കൂടെ കടന്നു വരുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഇടത്തിലെത്തുമ്പോൾ നമ്മളത് ഇൻഷാ അല്ലാഹ് നമുക്ക് പരാമർശിക്കാം, അത് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഏറ്റവും നല്ല ശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ്. വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. സൂറത്ത് ബഖറന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആളുകളിൽ ചില ആൾക്കാരുണ്ട്, ഓല് പറയും ഞങ്ങൾ അള്ളാഹുലും അന്ത്യനാളിൽ വിശ്വസിച്ചിരിക്കണെന്ന്. അവര് വിശ്വസിച്ചിട്ടില്ല. എന്താണ്? പേര് നോക്കണ്ട, രൂപം നോക്കണ്ട, അതൊന്നുമല്ല ഇതിന്റെ അടിസ്ഥാനം എന്നാണ് അള്ളാഹു പറഞ്ഞു. പിന്നെ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. അഹ്ലു കിതാബുകാര് മുഅ്മിനീങ്ങളായാൽ അത് അവർക്ക് ഖൈറാണ്. അപ്പൊ മുഅ്മിനാകാന്ന് പറഞ്ഞതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്താക്കണം? നന്നായി മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ് മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുമുൽ ഫാസിഖൂൻ. അവരിൽ മുഅ്മിനീങ്ങളുണ്ട്, എന്നാൽ ഭൂരിപക്ഷവും ഫാസിഖീങ്ങളാണ്, തോന്നിവാസികളാണ്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യത്തെ വളച്ചൊടിച്ച് അതിനെ മറച്ചു പിടിച്ച് വക്രീകരിച്ച് അവതരിപ്പിക്കുന്നവരാണ് അവര്. അന്നത്തെ അള്ളാഹു പറയുന്നതിനെ ഓരോ കാലഘട്ടങ്ങളിലും എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്ന് ഇനി നമ്മൾ നോക്കിയാൽ മതി. അവരിൽ മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ നമ്മളെ ആ സമൂഹത്തിൽ മുഅ്മിനീങ്ങളായ ആൾക്കാരും സംസാരിക്കുന്നുണ്ട്. അഹ്ലു കിതാബുകാരിൽ നിന്നുള്ള ഫാസിഖീങ്ങൾ ഭൂരിപക്ഷവും ഫാസിഖീങ്ങളാണെന്നാണ്. സത്യം മനസ്സിലായിട്ടും മറച്ചു വെച്ചുകൊണ്ട് സമൂഹത്തിൽ ഛിദ്രതയും സംശയങ്ങളും ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു തിന്മയെ പ്രൊജക്ട് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അള്ളാഹു പ്രതിപക്ഷ ബഹുമാനം അള്ളാഹു എപ്പോഴും നടത്തും, നമ്മളാണ് നടത്താത്തത് അല്ലേ? ലൈസൂ സവാഅൻ മിൻ അഹ്ലിൽ കിതാബി, ഇതിന് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകൾ എല്ലാവരും ഒരുപോലല്ല. ലൈസൂ സവാഅൻ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ. അവരിൽ ഒരു കൂട്ടരുണ്ട്, അവർ പടച്ച തമ്പുരാന്റെ വചനങ്ങളെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാരായണം ചെയ്യുകയും അവര് അമലു സ്വാലിഹാത്ത് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെ കൂട്ടത്തിലുണ്ട്. ആയത്ത് അവസാനിക്കുന്ന ഉലൈക ഹുമുസ് സ്വാലിഹൂൻ, അവരും സ്വാലിഹികളാണെന്ന് പറഞ്ഞാണ് അള്ളാഹു അവസാനിപ്പിക്കും. അപ്പൊ നമ്മള് പേര് രൂപം ഭാവം നോക്കണ്ട. പക്ഷെ നമ്മൾ ഒരു പൊതുയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ
നമ്മൾ കാര്യങ്ങൾ നന്നായി അവതരിപ്പിച്ചു പോകണം. വ്യക്തികളെ അള്ളാഹു എന്താക്കും? അള്ളാഹുവിന്റെ സന്നിധിയിൽ വിധി പറയുകയും അള്ളാഹു അവരെ ആക്രമിക്കുകയോ അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുകയോ ചെയ്യാതെ അള്ളാഹു നീതിപൂർവം നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ വിധി പറയും. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം നമുക്ക് ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. സൂറത്ത് ഗാഫിറിലുള്ള അതുപോലെ തന്നെ 2-3 ആയത്തുകൾ കൂടി ശ്രദ്ധേയമായ ആയത്താണ്. എല്ലാ ആയത്തും അങ്ങനെ തന്നെയാണ്. എന്നാലും പിന്നെ നമ്മൾക്ക് എടുത്ത് പറയേണ്ട ചില സംഗതികളുണ്ട്. സമയം അവസാനിച്ചു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ കർമ്മങ്ങളിലും സ്വീകരിക്കുകയും സമൂഹത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെട്ട് സമൂഹത്തോട് ഏറ്റവും നല്ല വാക്കുകൊണ്ട് സംസാരിച്ച് മുഅ്മിനീങ്ങളായി കർമ്മങ്ങളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും എല്ലാം തന്നെ മുഅ്മിനായി ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്.